കുക്കിംഗ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പിടി ഉണ്ടാക്കാം. പിടിക്ക് ഞാൻ പുട്ടുപൊടി കൊണ്ടാണ് പുട്ടുപൊടിയാണ് പിടി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് പൊടിച്ച് വറുത്തെടുക്കണേക്കാളും എളുപ്പമാണിത്. ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങണ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1.5 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് തേങ്ങ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം, ഇത് നമുക്ക് പുട്ടുപൊടിയുടെ കൂടെ മിക്സ് ചെയ്യാനുള്ളതാണ്. ഇത് 1/2 ടീസ്പൂൺ ജീരകമുണ്ട്. പിന്നെ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 6 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകമുണ്ട്. പിന്നെ വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. വെളുത്തുള്ളിയും ജീരകവും നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ ഇത് തന്നെയാകുമ്പോൾ ശരിക്കും അരഞ്ഞ് കിട്ടൂല. അതുകൊണ്ട് നമ്മൾ എടുത്തു വെച്ച പുട്ടുപൊടിയിൽ നിന്ന് ഒരു 1.5 സ്പൂണ് മാറ്റി വെച്ചിട്ട് അതും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇനി പുട്ടുപൊടിയും തേങ്ങയും ജീരകവും ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിനകത്തേക്ക് ഒരു പാത്രത്തിലേക്ക് പുട്ടുപൊടി മാറ്റിയിട്ടുണ്ട്. തേങ്ങ ഇട്ടു. പിന്നെ എടുത്തു വെച്ച 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പുട്ടുപൊടിയും തേങ്ങയും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. വെളുത്തുള്ളിയും ജീരകവും കുറച്ച് പുട്ടുപൊടിയും കൂടി എടുത്തത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്ക് അരിപ്പൊടി വറുത്തെടുക്കാം. ചെറു തീയിലിട്ടിട്ട് വേണം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒരു 10 മിനിറ്റ് നമുക്കിത് നല്ലോണം ചൂടാക്കി വറുത്തെടുക്കണം. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. അടിയിൽ കരിഞ്ഞ് പിടിക്കാണ്ട് ഇടയ്ക്ക് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. പൊടി ആവശ്യത്തിന് വറവായിട്ടുണ്ട്. ഇത് നമ്മുടെ ഏകദേശം ഒരു ഓഫ് വൈറ്റ് കളറാകുമ്പോൾ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ പൊടി മാറ്റി വയ്ക്കുക. ഇത് നമ്മൾ പിടി ഉരുട്ടിയെടുക്കുമ്പോൾ ഉരുളകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊടി. ഇനി നമുക്ക് ഈ പൊടി നന്നായിട്ട് കുഴച്ചെടുക്കണം. പൊടി കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. കൂടുതൽ ഉപ്പിടരുത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഇടുന്ന പോലെ ചെറിയ ഉപ്പ് മതി. വെള്ളം തിളച്ചത് കുഴച്ചെടുക്കാം. ഇതിനായിട്ട് തിളച്ച വെള്ളം ചൂടാറാണ്ട് തന്നെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. അതിനു മുമ്പേ നമ്മൾ അരച്ച് വെച്ചത് ഒരു 3/4 ഭാഗം ഇതിനകത്തേക്ക് ഒഴിക്കുക. വെളുത്തുള്ളിയും ജീരകം കൂടെ അരച്ച് വെച്ചത് കുറച്ച് മാറ്റി വയ്ക്കുക. അത് നമുക്ക് പിടി വേവിക്കുമ്പോൾ വെള്ളത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളത് ഒഴിച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. ചൂടനെ തന്നെ ഒഴിക്കണം. വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഏകദേശം ഇടിയപ്പത്തിൻ്റെ കുഴയ്ക്കുന്ന പാകത്തിന് തന്നെ കുഴച്ചെടുക്കുക. വെള്ളം പാകത്തിനായിട്ടുണ്ട്. ഇനി ചൂടനെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് ഇത് ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അതിനു മുമ്പ് നമ്മൾ മാറ്റി വെച്ച പൊടി കുറച്ച് ഉരുട്ടിയിടുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ബോളാക്കി ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഏകദേശം നമ്മുടെ ജ്യൂസ് മുന്തിരിയൊക്കെ ഇല്ലേ, അതിൻ്റെ വലുപ്പത്തിന് ഉരുട്ടിയെടുക്കണം. ഈ വലുപ്പത്തിന് ഉരുട്ടിയെടുക്കുക. എല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഞാൻ പിടി വേവിക്കാൻ എടുക്കുന്ന പാത്രമാണ്. അതിനകത്തേക്കാണ് പിടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ വെള്ളം കൂടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ അളവിന്, ഇപ്പോൾ പിടി കിടക്കുന്ന അളവിന് അതിൻ്റെ ഒപ്പത്തിന് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇത് മാറ്റിയിട്ട് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെള്ളം തിളപ്പിക്കാം. ഉരുളകളാക്കി ഇട്ടതിൻ്റെ ഒപ്പം അളവിന് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചെറിയ ഉപ്പ് മതി. നമ്മൾ പിടി ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് ഉപ്പിട്ടത് കൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വെളുത്തുള്ളിയും ജീരകം അരച്ച് വെച്ചതിൻ്റെ ബാക്കി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിടിയിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് പിടിയിട്ട് കൊടുക്കാം. തീ കൂട്ടിയിട്ടിട്ട് ഇടുമ്പോൾ മേത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ കുറച്ചിട്ട് എന്നിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേവിച്ചെടുക്കുക. എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കടയിൽ നിന്ന് വാങ്ങിയത് പുട്ടുപൊടിയും കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് ഇതിൻ്റെ ഉരുളകൾ അങ്ങനെ കലങ്ങി പോവില്ല. പിന്നെ അല്ലാണ്ട് വീട്ടിൽ നിന്ന് പച്ചരി പൊടിച്ചാണ് ഉണ്ടാക്കണമെങ്കിൽ അത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ റവ ഇട്ടാൽ മതിയാവും. അപ്പോൾ അത് ഉരുളകൾ കലങ്ങാണ്ട് നമുക്ക് കിട്ടും.
പിടിയുടെ നഗക്കെയാണ് വെള്ളം കിടക്കുന്നത്. പിടി ശരിക്കും വെന്ത് കിട്ടാൻ ഇത്രയും വെള്ളം മതി. വെള്ളം കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഉരുള എടുത്തിട്ട് ഉള്ളു വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് മുറിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് ഒന്നും കൂടെ കുറുക്കി, ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ട് അതിൻ്റെ ഉരുളയൊക്കെ മുകളിലേക്ക് കാണുന്നുണ്ട്. ഈ പാകത്തിന് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഫ്രഷായിട്ട് എടുത്തത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ പിടി റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ നമുക്ക് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. പിന്നെ ഇത് പുട്ടുപൊടി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് പകുതിയായിട്ട് മൂടി വയ്ക്കുക. ഫുള്ളായിട്ട് മൂടി വയ്ക്കരുത്, പകുതിയായിട്ട് മൂടി വയ്ക്കുക. ആവി ഇങ്ങനെ പുറത്ത് പോകാൻ പാകത്തിന് പകുതിയായിട്ട് മൂടി വയ്ക്കുക. ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ്. ഇത് പിടിയുടെ കൂടെയൊക്കെ പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനകത്തേക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിനകത്തേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പച്ചപ്പ് മാറുന്നവരെ ഇളക്കിയെടുക്കുക. ഉള്ളിയുടെ ഇഞ്ചിന് പച്ചപ്പ് മാറിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് സവാള ചേർത്ത് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇത് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനകത്തേക്ക് 2 സവാള മതിയാവും. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റിയെടുക്കണം. സവാള പാകത്തിനായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇളക്കാം. ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് നാടൻ കറി ആയതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇത് വഴറ്റിയെടുക്കുക. പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് വഴറ്റിയെടുക്കുക. ചിക്കൻ മസാലപ്പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തക്കാളി ഒന്ന് കുക്കായിട്ട് വരുന്നവരെ മൂടി വെച്ച് വേവിച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കും. ചെറുതായിട്ട് മുറുക്കിയ 1/2 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരു 20 മിനിറ്റ് മൂടി വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ചിക്കൻ വേവണ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കത്തേക്ക് ഇട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആക്കിയിട്ട് തേങ്ങ ചിരണ്ടിയത് 1 കപ്പ് ഇട്ട് കൊടുക്കാം. ഇത് കഷ്ണങ്ങൾ, അതായത് തേങ്ങാക്കൊത്തൊന്നും പാടില്ല. ഏകദേശം ഒരേ വലിപ്പത്തിന് ആയാലാണ് ഒരേപോലെ വറുത്ത് റെഡിയായി കിട്ടുള്ളൂ. 1 ടീസ്പൂൺ പെരുംജീരകം, കുറച്ച് കറുകപ്പട്ടയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറാവണ വരെ വറുത്ത്. തേങ്ങ ഒരു പകുതി കൂടുതലായിട്ടുണ്ട്. ഇനി ഈ സമയമായി കഴിഞ്ഞാൽ എപ്പോഴും ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കരിമ്പിന് വറവായിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് കൂടുതൽ കരിഞ്ഞു പോകും. എന്നിട്ട് ഇത് മാറ്റിയിട്ട് ചെറിയൊരു ചൂടോടുകൂടെ, ഒത്തിരി തണുക്കാൻ നിൽക്കണ്ട, അതിനു മുമ്പ് ചെറിയ ചൂടോടുകൂടെ നല്ലോണം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച്. ചിക്കൻ വേവായിട്ടുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ വറുത്തിട്ട് വെള്ളം ചേർത്താണ് അരച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ശരിക്കും നന്നായിട്ട് അരിഞ്ഞ് കിട്ടില്ല. ഇത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുക്കുക. തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഉപ്പ് പാകത്തിനില്ലെന്ന് നോക്കണം. ചിക്കൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. ഇങ്ങനെ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിടിയുടെ കൂടെ ഇത് പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ഈ പാകത്തിനാണ് വാങ്ങേണ്ടത്. പിടിയുടെ കൂടെ ഒരു പെരളൻ പാകത്തിന് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്.